പറഞ്ഞിട്ടുണ്ട്. മുത്തനബിയുടെ വിനയം പ്രകടമാകുന്ന ചില ഏതാനും സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. പല വേളകളിലും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നീരിക്കെട്ടി വീർക്കുവോളം രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങേക്ക് കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതുമായ മുഴുവൻ പാവങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടും പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെടൽ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ശുകൂര, ഞാൻ നന്ദിയുള്ളവനാകേണ്ടയോ ആയിഷ? തീർന്നില്ല. ബദറിലേക്കുള്ള യാത്രവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു 3 പേർക്കുള്ള ഏക ആശ്രയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലവും അലി റളിയല്ലാഹു അൻഹും മർസൂദ് റളിയല്ലാഹു അൻഹും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം. തന്റെ ഊഴമെത്തിയപ്പോൾ ഇരു സഹാബക്കളും പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഊഴത്തിലും അങ്ങ് ഒട്ടകപ്പുറത്തേറുക, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ സ്നേഹത്തിന്റെ സ്വരൂപമായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്, മാത്രമല്ല ഞാൻ നിങ്ങളെ പോലെ റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രമേൽ വിനയം കൊണ്ട് ജീവിതം